തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന് ലോകത്തിലെ ഏറ്റവും കൊച്ചു മേയർ. അതെ, ഏറ്റവും മേയറൂട്ടി. അതെ, മേയറൂട്ടിക്ക് മറ്റേ ഈ മേയറുടെ ഭർത്താവുമായിട്ടല്ലേ പണ്ട് സച്ചിൻ ദേവ് MLA KSRTC ഡ്രൈവറുമായിട്ട് അതെ ഓടിച്ചിട്ട് വളഞ്ഞു പിടിച്ച് വലിയ പ്രശ്നമായി. ആ മേയർ തന്നെയാണ് ഉദ്ദേശിച്ചല്ലേ? അതെ അതെ അതെ, മേയർ തന്നെ. ആ മേയർക്ക് ഒരു വലിയ അവാർഡ് കിട്ടിയിരിക്കുന്നു. എന്താ UK അവാർഡ് കിട്ടിയത്. UK ഇംഗ്ലണ്ടിൽ വെച്ചാണ്, ഗ്രേറ്റ് ബ്രിട്ടനിൽ വെച്ചിട്ടാണ് അവാർഡ് കിട്ടിയത്. സാമ്രാജ്യത്വ രാജ്യമല്ലേ? അതെ, പക്ഷെ CPM എന്നൊക്കെ എഴുതിയ അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. CPM എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവാർഡ്. പണ്ട് നമ്മുടെ ഈ മറ്റേ മുൻ ആരോഗ്യമന്ത്രി എന്താ പറയുക, ശൈലജയ്ക്ക് എന്തോ മാക്സസ് അവാർഡോ മറ്റോ കിട്ടുമ്പോഴത്തേക്ക് മേടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലോ. ഇപ്പൊ പക്ഷെ അത് കുഴപ്പമില്ല, മേയറൂട്ടി മാക്സസ് അവാർഡിൽ CPM എഴുതിയാൽ കുഴപ്പമില്ല. ഇതിപ്പോ CPM എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ടും അവിടെ വിളിച്ചു വരുത്തി അവർ ക്ഷണിച്ചു. എന്താ പ്രശ്നം പ്രിയന്റെ? പക്ഷെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നു. ഇവിടെ നിങ്ങളെല്ലാവരും വിമർശിക്കുക, ഒരു കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ടാണ് അവാർഡ് കിട്ടിയത് വലിയ പ്രശ്നമാകുന്നത്. അത് ന്യായമായ ചോദ്യമാണ്. ലണ്ടനിൽ ഒരു സ്വകാര്യ കമ്പനിയുണ്ട്, WBR എന്നാണ് പേര്, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അതാണ് WBR. അതിൻ്റെ ഈ കമ്പനി 2017 മാർച്ച് 16 രൂപീകരിക്കപ്പെട്ട കമ്പനിയാണ്. ഇപ്പോൾ എത്ര വർഷമായി? 8 വർഷം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. കമ്പനി നമ്പർ 10-670-635. ഈ സംശയ രോഗികളുണ്ടെങ്കിൽ എല്ലാം തൊട്ടറിയണം എന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കമ്പനി നമ്പർ 10-670-635. ഇതിന് ഉടമസ്ഥരുടെ പേര് സന്തോഷ് ശുക്ല, സുജീത ശുക്ല എന്നിവരാണ്. ഈ കമ്പനിയുടെ അഡ്രസ്സ് പറയാം: 133 അപ്പർ മാർഷൽ സ്ട്രീറ്റ്, ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. പിൻകോഡ് പോലെ B11LJ. അപ്പോൾ അവിടെയാണ് WBR എന്ന് പറയുന്ന കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ആര് നടത്തുന്ന കമ്പനിയാണ്? 2 ഇന്ത്യക്കാർ, സന്തോഷ് ശുക്ല, സുജീത ശുക്ല. ഇതിനകത്ത് നേരത്തെ ദിവാകർ സുകുൽ, ദിവ്യ സുകുൽ എന്ന് പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. അവർ രാജിവെച്ചു പോയി. ഈ കമ്പനിയുടെ ലക്ഷ്യം എന്താണെന്നറിയോ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ പ്രാഞ്ചിയേട്ടന്മാർക്ക് അവാർഡ് കൊടുത്ത് സൂചിപ്പിക്കാൻ, പിന്നീട് അതിങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ. അവാർഡ് കൊടുക്കൽ ചുമ്മാ വേണ്ടി വന്നാൽ നമ്മൾ കൊടുക്കുന്ന കാശനുസരിച്ച് അതിൽ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ആളെ കൂടെ പങ്കെടുപ്പിക്കും. അവിടെ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിക്കും. നമ്മുടെ ഇവിടെയും വലിയ വലിയ ആൾക്കാരുടെ കല്യാണത്തിന് ഷാറൂഖ് ഖാൻ വരും, ആമിർ ഖാൻ വരും, കത്രീന കൈഫ് വരും, ഒക്കെ വരും. പ്രിയൻ കല്യാണം കഴിച്ചാറില്ല, രക്ഷയില്ല. അപ്പോൾ അങ്ങനെയുള്ള കല്യാണത്തിനൊക്കെ ഇവരെ ക്ഷണിച്ചാൽ വരും. തുട്ടു കൊടുത്താൽ മതി, കാശ് കൊടുക്കണം, കോടികൾ ഇറക്കിയാൽ ഇവരൊക്കെ വരും എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ അവാർഡ് തരുന്ന ചടങ്ങിൽ UK ബ്രിട്ടനിലെ പാർലമെൻ്ററിയന്മാർ, കോൺഗ്രസിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ MPമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഗവർണർമാരെയൊക്കെ പങ്കെടുപ്പിക്കും, അവിടുത്തെ മേയർമാരെ പങ്കെടുപ്പിക്കാം. അപ്പോൾ അതിനൊക്കെ ചിലവുണ്ട്. ഈ പൈസ കൊടുത്താൽ ഇവരൊക്കെ വരും. ഇത് നടക്കുന്നത് എവിടെയാണെന്നറിയോ? ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതാണ് വെന്യൂ. ഹൗസ് ഓഫ് കോമൺസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പേരായിരിക്കുന്നത്. പാർലമെൻറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ആർക്കും ബുക്ക് ചെയ്യാവുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഹൗസ് ഓഫ് കോമൺസ്. അവിടെ വെച്ചാണ് ഈ ആര്യാമ്മയ്ക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ ആ അവാർഡ് കൊടുത്തത് ഈ സന്തോഷ് ശുക്ലയും സുജീത ശുക്ലയും കൂടി ചേർന്ന് നടത്തുന്ന വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ്. സംഭവം മനസ്സിലായോ? എന്തുവാ? ഒരു സ്വകാര്യ കമ്പനി, ഇന്ത്യക്കാർ നടത്തുന്ന കമ്പനി. അവർ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്ത് ഇവിടെ ഇതേ സ്ഥലത്ത് പോയി പണ്ട് KM മാണി, അധ്വാനവർഗ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവും പ്രചാരകനുമായ സാക്ഷാൽ റബ്ബർ പാലിൽ പള്ളി കൊള്ളുന്ന KM മാണിയുടെ അവാർഡ് മേടിച്ചപ്പോൾ ഇവിടെ സഖാക്കൾ ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ അവാർഡ് ആർക്കും കിട്ടും, ആര് കാശ് കൊടുത്താലും കിട്ടും. ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഓഡിറ്റോറിയമാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിന് ആൽമ വേൾഡ് എന്നൊരു PR കമ്പനിയുണ്ട്. ഈ PR കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പ്രിയന് മികച്ച മാധ്യമ പ്രവർത്തകനുള്ള ഒരു അവാർഡ് ബ്രിട്ടനിൽ വെച്ച്, ലണ്ടനിലെ ഹൗസ് ഓഫ് കോമൺസിൽ വെച്ച് വേണം. വെബ്സൈറ്റിൽ കയറി അപേക്ഷിച്ചാൽ മതി, അതിൻ്റെ ഫീസ് അടിച്ചാൽ മതി, കിട്ടും. അത് കഴിഞ്ഞ് അതിൻ്റെ ചിലവൊക്കെ നിങ്ങൾ വായിക്കണം. അത് കഴിഞ്ഞ് അവിടെ പോയി നിങ്ങൾക്ക് ഈ അവാർഡ് വാങ്ങിക്കാം. ഈ സന്തോഷ് ശുക്ല എന്ന് പറയുന്ന ലണ്ടൻ ബേസ്ഡ് ആയിട്ടൊരു അഭിഭാഷകനുണ്ട്. അദ്ദേഹത്തിന് അയൂഡക്സ് എന്നൊരു ഫേമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോ ഫേമിൻ്റെ പേര് അയൂഡക്സ് എന്നാണ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന കോർഡിനേറ്റർ. അപ്പോൾ ലണ്ടനിലെ സന്തോഷ് ശുക്ല എന്ന വക്കീൽ ഈ
ആ വക്കീൽ തന്നെയാണ് ഇതിൻ്റെ മുതലാളിയും. കോർഡിനേറ്ററും പുള്ളിയാണ്, മുതലാളിയും പുള്ളിയാണ്. അവാർഡ് കച്ചവടമാണ് മെയിൻ പരിപാടി. പിന്നെ ഇതിന് ഈ സന്തോഷ് ശുക്ലയും സുജീത ശുക്ലയും എവിടുത്തുകാരതയോ ഇന്ത്യയിൽ മധ്യപ്രദേശുകാരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇൻഡോറിലൊരു ഓഫീസുണ്ട്. ഇൻഡോർ നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇൻഡോർ നഗരം ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാണ്. തിരുവനന്തപുരം മേയർ ഉറപ്പായിട്ടും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ആര്യ മേയർ ഇൻഡോറിൽ പോയിട്ടുണ്ടാവാം. കാരണം അവിടെയാണല്ലോ നമ്മുടെ ഈ കമ്പനിയുടെ ഓഫീസ്. സ്വാഭാവികമായിട്ട് പോയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോവുകയാണെങ്കിൽ ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ശുചിത്വത്തിന് ഇന്ത്യയിലെ നമ്പർ 1 റാങ്കിൽ നിൽക്കുന്ന ഇൻഡോർ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞ് പോയതാവാം. പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല പോയിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെ പോയാൽ ഗുണമുണ്ട്. അംഗം കാണാം, താളി ഓടിക്കാം, ഇൻഡോർ കാണുകയും ചെയ്യാം. നമുക്ക് അവിടെ ഒരു അപേക്ഷയൊക്കെ കൊടുത്തിട്ട് ഈ അവാർഡ് ഒപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇത് പിന്നെ വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് ഇവർ ഈ പറയുന്ന WBR എന്ന് പറയുന്ന കമ്പനി 2 പേരെ അവരുടെ പാട്രന്മാരായിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് രസകരം. ആ പേര് ഞാൻ വയ്ക്കാം. കൽരാജ് മിശ്ര, രാംദാസ് അത്താവാലെ. ആരാണ് ഇവിടെ കിട്ടിയോ? ഈ അത്താവാലെ കേട്ടിട്ടുണ്ടല്ലോ. അത്താവാലെ ഒരു കേന്ദ്രമന്ത്രി, BJP സർക്കാരിലെ ഒരു കേന്ദ്രമന്ത്രിയാണ്. കൽരാജ് മിശ്ര കേട്ടിട്ടില്ല? രാജസ്ഥാൻ ഗവർണറാണ്. ഇവർ 2 പേരും ഈ പറയുന്ന കമ്പനിയുടെ ഇൻഡോറിലും ഓഫീസുള്ള ഈ കമ്പനിയുടെ പേട്രന്മാരായിട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു പരിപാടി നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു സപ്താഹം നടക്കും. ഉടനെ നിങ്ങൾ ഈ സപ്താഹം അടക്കമുള്ള കാര്യങ്ങളോടൊക്കെ വലിയ വിരുദ്ധതയുള്ള ആളാണെങ്കിൽ പോലും നാട്ടിലെ MLA അല്ലെങ്കിൽ MP കൊണ്ടിട്ട് ഞങ്ങളുടെ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരിക്കണേ, പേര് മാത്രം വെച്ചാൽ മതി എന്ന് അങ്ങനെ കുറേ പേര് വെക്കും. ഒരുപക്ഷെ ഇവർ ഈ സന്തോഷ് ശുക്ലയും സുചീത ശുക്ലയും ഈ 2 പേരെ സമീപിച്ചിട്ട് എന്തെങ്കിലും എടുപ്പുള്ളൂ, ഞങ്ങളുടെ പേരൊന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ച് വെച്ചതായിരിക്കാം. അല്ലാതെ ഇവർക്ക് അവാർഡ് കൊടുക്കലുമായിട്ട് ബന്ധമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു സംഘീബന്ധമുള്ള ഒരു കമ്പനിയാണ് ഈ WBR എന്ന് പറയുന്നത്. വേണമെങ്കിൽ പറയാം. അപ്പോൾ സംഘികളുടെ അവാർഡാണെന്ന് പറഞ്ഞാൽ അപ്പം തെറ്റുവരുമോ? സന്തോഷ് ശുക്ലയ്ക്കും സുജീത ശുക്ലയ്ക്കും രാജസ്ഥാൻ ഗവർണറെയും രാംദാസ് അത്താവാലെയും പേട്ടർമാരായിട്ട് വെക്കണമെങ്കിൽ അവർക്ക് എന്തോ ഒരു സംഘീബന്ധം കാണും, എന്തോ ഒരു BJP ബന്ധം കാണും. അപ്പോൾ ഈ വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ് കടലാസ് അച്ചടിച്ച് നമ്മുടെ ആര്യ കുഞ്ഞമ്മയ്ക്ക്, ഞാൻ ബഹുമാനത്തോടെ പറഞ്ഞ തിരുവനന്തപുരം ഭാഗത്തുള്ള സ്ത്രീകളൊക്കെ കുഞ്ഞമ്മമാരെന്ന് വിളിക്കാറുണ്ട്. പക്ഷേ അത് ചെറിയ കുട്ടിയായതുകൊണ്ട് കുഞ്ഞമ്മ എന്ന് വിളിച്ചോ ആക്ഷേപമായിട്ട് കരുതരുത്. ഞാൻ ആദരസൂചകമായിട്ട് പറഞ്ഞതാണ്. എന്താ പോട്ടെ, പിൻവലിച്ചു. ആര്യ മാഡത്തിന് ഈ അവാർഡ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അത് ഇവിടുന്ന് കിട്ടിയ അവാർഡാണെന്ന് പറയണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയെന്നുള്ള ഫോട്ടോ ഒക്കെ ഇങ്ങനെ അവാർഡുമായിട്ട് നിൽക്കുന്നു. കുറേ സായിപ്പന്മാരിടതും പലതും മദാമ്മമാരും ഇട്ടിരിക്കുന്ന ഫോട്ടോ വിചാരിച്ച ആദ്യം ഫോട്ടോ ഒക്കെ. പക്ഷേ CPM വലിയ കാര്യമായിട്ട് ആഘോഷിച്ചില്ല. ആഘോഷിച്ചോ? അവരുടെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല സൈബർ സഖാക്കളെ കണ്ടില്ലേ? ലോകത്തിലെ ഏറ്റവും ചെറിയ മേയർക്ക്, കുഞ്ഞു മേയർക്ക് വലിയ സമ്മാനം കിട്ടിയിരിക്കുന്നു, ലോകം അംഗീകരിച്ചിരിക്കുന്നു, ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിക്കുന്നു എന്നൊക്കെ വന്നോ? ഇനി എനിക്കറിയില്ല. 2-3 ദിവസം ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ വന്നു. പക്ഷെ ഔദ്യോഗികമായിട്ട് അങ്ങോട്ടൊരു ബൂസ്റ്റ് കൊടുത്തില്ല. ദേശാഭിമാനി ഫോട്ടോ വന്നായിരുന്നോ? ദേശാഭിമാനിയിൽ വന്നിരുന്നത് കണ്ടില്ലായിരുന്നു. അധികം നോക്കാറില്ല. ദേശാഭിമാനി നോക്കാറില്ല. അപ്പോൾ ഏതായാലും അപ്പോൾ മേയർക്ക് അംഗീകാരം കിട്ടുന്നത്, ഒരു മലയാളിക്ക് കിട്ടുന്ന ഒരു താരതമ്യേന ചെറുപ്പക്കാരിയായ വളരെ യങ്ങായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരിക്ക് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കിട്ടുന്നത് നമുക്ക് അഭിമാനമാണ്. ഓരോ മലയാളിക്കും അഭിമാനമാണ്, എനിക്കും അഭിമാനമാണ്. പക്ഷേ അത് അവാർഡായിരിക്കണം. ഇത്തരം കച്ചവടം നടത്തിയിട്ട് പൈസ കൊടുത്ത് അവാർഡുകൾ മേടിക്കുന്നത് കൊണ്ടാടപ്പെടുന്ന ഒരു കാലമാണിത്. കാരണം ഇന്നിപ്പോൾ എല്ലാ ബഷീറിൻ്റെ പേരിൽ കേരളത്തിൽ എത്ര അവാർഡുണ്ടെന്ന് അറിയോ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ, തകഴിയുടെ പേരിൽ തന്നെ 10ഓളം അവാർഡുകളുണ്ട്. ഓരോ നാട്ടുകാരും ഓരോ ക്ലബ്ബുകാരും തകഴി അവാർഡ്, തകഴി പുരസ്കാരം എന്നിട്ടിരിക്കുക. അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ തന്നെ ഫീസ് മേടിച്ച് അപേക്ഷ ക്ഷണിക്കുന്ന സാഹിത്യ സംഘടനകളുണ്ട്. അപ്പോൾ അവാർഡ് എന്നൊരു വലിയ കച്ചവടമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഈ അവാർഡ് ലണ്ടനിൽ പോയല്ലേ വാങ്ങിച്ചത്, ഹൗസ് ഓഫ് കോമൺസിൽ പോകണം. ഹൗസ് ഓഫ് കോമൺസിൽ അത് വാടകയ്ക്ക് എടുക്കണം. ഡോളറിലല്ലേ വാടകയ്ക്ക് എടുക്കട്ടെ? പൗണ്ടല്ലേ? പൗണ്ടിലാണ്. പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപയെക്കാളും മൂല്യം കൂടിയതാണ്. അപ്പോൾ പൗണ്ടിൽ ഒരു 1000 പൗണ്ടെങ്കിലും വേണ്ടി വരത്തില്ലേ മിനിമം? 1000 ഒന്നും പോരാണ്ട് വരും അല്ലേ? പോരാണ്ട് വരും. എന്നാലും 1000 രൂപ, ബ്രിട്ടീഷുകാരൻ്റെ 1000 രൂപ വേണം ഹൗസ് ഓഫ് കോമൺസിന് വാടകയ്ക്ക് എടുക്കാൻ. ശരി, നമ്മുടെ ശുക്ലമാരുടെ അവാർഡിനൊരു ഫീസുണ്ട്. ആ ഫീസ് അടയ്ക്കണ്ടേ? അതിന് കാശ് വേണം, അതും പൗണ്ടിലായിരിക്കും. അതുകൂടാതെ ഇവിടുന്ന് വിമാനത്തിൽ അങ്ങോട്ട് പോവണം, തിരിച്ചു വരണം, അതിനും കാശ് വേണം. വിസ ഫീസ്
വിസ ഫീസ്. ഈ പൈസയൊക്കെ എവിടെ നിന്നായിരിക്കും? സർക്കാരിന്റെ പൈസ. ആര് സ്പോൺസർ ചെയ്തു? ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് ഈ അവാർഡ് വാങ്ങാൻ UK പോയത്, അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം നടത്തിയത്, ഈ പ്രോഗ്രാം നടത്തിയത് ചിലപ്പം അവരാണെന്ന് പറയും. അതിൻ്റെ കൂടെ പൈസ ചേർത്തിട്ടായിരിക്കും ഈ പ്രാഞ്ചിയേട്ടൻ പുരസ്കാരത്തിലുള്ള ഫീസ് അടച്ചിരിക്കുന്നത്. ഇതിനുള്ള പണം എവിടുന്നാണ്? നഗരസഭയുടെ പൈസയാണോ എന്നുള്ളതാണ്. നഗരസഭയുടെ പൈസ അങ്ങനെ എടുക്കാൻ പറ്റുമോ? പിന്നെ വേണമെങ്കിൽ പറയാം, ആര്യ ബഹുമാനപ്പെട്ട ഇപ്പോൾ വർഷിപ്പ്ഫുൾ മേയർ എന്ന് ഇപ്പോൾ പറയേണ്ടെന്നാണ് പറഞ്ഞത്. പണ്ടൊക്കെ ആയിരുന്നു ആരാധ്യനായ എന്ന് പറയണമായിരുന്നു. ഇപ്പോൾ അത് വേണ്ട. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അങ്ങോട്ട് പോയത്, ഇപ്പോൾ ലണ്ടൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു അവാർഡ് കൊടുത്തു, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ അനുവാദം തന്നിരിക്കുന്നു, അവസരം തന്നിരിക്കുന്നു എന്നുകൊണ്ട് ചിലപ്പം കോർപ്പറേഷൻ ഔദ്യോഗികമായി മേയറുടെ യാത്രാ ചിലവൊക്കെ എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിവരാവകാശം വെച്ചൊന്ന് നോക്കേണ്ടതാണ്. കാരണം ഇതൊരു സ്വകാര്യ പരിപാടി, ഒരു സ്വകാര്യ ക്ലബ്ബ്, സ്വകാര്യ കമ്പനി, അവർ അപേക്ഷ കൊടുത്ത് അതിനുള്ള ചില കൺസിഡറേഷനൊക്കെ ഉണ്ട്. കൺസിഡറേഷൻ മീൻസ് റെമ്യൂണറേഷൻ. അത് കൊടുക്കുന്ന ഒരു അവാർഡ് വാങ്ങാൻ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ്റെ ഫണ്ടെടുത്ത് പോകും എന്ന് കരുതാൻ മാത്രമുള്ള ബുദ്ധിശൂന്യത എനിക്കില്ല. കാരണം അവർ തൊട്ടതെല്ലാം ഇതായി. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാർ ക്ലീൻ ചെയ്തു. അതിന് വേണ്ടിയിട്ട് പൊറോട്ട ഇറച്ചി മേടിച്ചതിന് ബില്ല് എഴുതിയിരുന്നു. അങ്ങനെ വിവാദം ഉണ്ടായിരുന്നു അല്ലേ? അതെ, സദ്യ കൊടുത്തതിനൊക്കെ ബില്ലെഴുതി, എല്ലാം ബില്ലെഴുതി എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വിവാദങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഈ അവാർഡ് വാങ്ങാൻ 133 അപ്പർ മാർഷൽ സ്ട്രീറ്റ് ബർമിംഗ്ഹാമിലെ ഈ കമ്പനി കൊടുക്കുന്ന ഈ അവാർഡ് വാങ്ങാൻ അവിടെ പോയതിന് ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ്റെ ചെലവിൽ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ആര്യ രാജേന്ദ്രന് ഒരു അവാർഡ് കിട്ടിയല്ല, ആര്യ രാജേന്ദ്രൻ ഒരു അവാർഡ് വാങ്ങിച്ചു. തിരുവനന്തപുരംകാരനല്ലേ? എവിടെ? തിരുവനന്തപുരം നിയമം മേയറുടെ പ്രജയാണോ? അല്ല. ഓ, രക്ഷപ്പെട്ടു. ഭാഗ്യം. എങ്ങനെയാലും ഈ കോർപ്പറേഷൻകാരുടെ സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ അഭിമാനിക്കാവുന്നതാണ്. തിരുവനന്തപുരംകാരെ അർമാദിക്കും. മേയർ ഒരു അവാർഡ് മേടിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.